മാർക്കോസിന്റെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധികാരം 6-ാം അധ്യായം 17 മുതൽ 20 വரைக்கும் வாசிப்பீர்கள் என்றால் 17 മുതൽ 20 വരെ വാസിപ്പീர்கள் என்றால் 20 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ ഹേരോദുവെ കുറിച്ച് വേദത്തിൽ വാസിக்கிறோம். അവിടെ ഹേരോദാവിനെ കുറിച്ച് നമുക്ക് ഇവിടെ വായിക്കുവാൻ യേശു പിറന്ന പൊഴുത് ഇരുന്ന ഹേരോദ് വേറെ, യേശു ജനിച്ചപ്പോൾ ഇരുന്ന ഹേരോദാവ് വേറെ, யோவான் ஸ்நானகன் வாழ்ந்த காலத்தில் இருந்த ஹேரோது வேறு, യോഹന്നാൻ സ്നാപകന്റെ കാലത്ത് ജീവിച്ച ഹേരോദാവ് വേറെ. ഇവൻ தான் ഹേരോദ് അന്തിപ്പ என்று சொல்லப்படுகின்றான். ഈ ഹേരോദാവാണ് അന്തിപ്പ എന്ന് പറയുന്ന വ്യക്തി. இந்த மனிதன் தன்னுடைய സഹോദരനുடைய മனைവിയെ வைத்துக் கொண்டிருந்தான். ഈ മനുഷ്യൻ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? തന്റെ സഹോദരന്റെ ഭാര്യയെ ഇദ്ദേഹം സ്തോത്രം വിഹിതമല്ലാത്ത നിലയിൽ ചേർത്തുകൊണ്ടിരുന്നു. இந்த காலத்து ஊழியக்காரர்கள் என்றால் என்ன செய்திருப்பார்கள்? ഈ കാലഘട്ടത്തെ ശുശ്രൂഷകന്മാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? ഹേരോദ് കൂപ്പിട്ട് വിടാന്ന് വെച്ചുക്കോங்க. ഇപ്പൊ ഹേരോദാവ് വിളിച്ചു വരുത്തുക എന്നിരിക്കട്ടെ, രാജാവേ കൂട്ടാരിയെ. ഓ ശുശ്രൂഷകന്മാർ പറയും, ഓ എന്നെ വിളിച്ചത് ആരാന്നറിയോ? രാജാവാണ് വിളിച്ചിരിക്കുന്നത്. ഓ രാജാവേ സ്തോത്രം സ്തോത്രം. ഓ രാജാവിന്റെ അടുക്കൽ, കൊട്ടാരത്തിന്റെ അടുക്കൽ എത്തുമ്പോൾ രാജാവേ വളരെ ബഹുമാനത്തോടെ സ്തോത്രം സ്തോത്രം എന്നൊക്കെ പറയും. ഒരു ദീർഘദർശനവും ചൊല്ലിയിരിക്കും. ആമേ, പറ്റുമെങ്കിൽ വണങ്ങി നിന്നോണ്ട് അദ്ദേഹത്തിന് അനുയോജിതമായ നിലകളിൽ ഒരു പ്രവചനം കൂടെ അങ്ങ് തട്ടിവിടും. രാജ്യം നിലനിൽക്കും ചൊല്ലിയിരിക്കും. ഓ നിങ്ങളുടെ രാജ്യം എന്നേക്കും നിലനിൽക്കുമെന്നൊക്കെ പറഞ്ഞു പോകും. യോവാൻ സ്നാനകൻ அப்படி போய் ദീർഘദർശനം சொல்ல தெரியாது. എന്നാൽ സ്നാപക യോഹന്നാൻ അങ്ങനെ ഒരു കള്ളത്തരത്തിലുള്ള പ്രവാചകമല്ല പറഞ്ഞത്. ഇവനെ பார்த்த உடனே சொல்றாரு. ഇപ്പോ ഈ ഹേരോദാവിനെ കണ്ടപ്പോൾ തന്നെ പറയുകയാ, ഉൻ സഹോദരനുடைய മனைവിയെ നീ வைத்துக் கொண்டிருப்பது நியாயமல்ல. നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ ചേർത്തു വെച്ചിരിക്കുന്നത് ഒരിക്കലും വിഹിതമല്ല. இப்பொழுது ഹേരോദുக்கு എരിവதை കാട്ടിലും ഹേരോദിയാൾക്ക് தான் அதிகமா എരിയുது. ഈ വാക്ക് കേട്ടപ്പോ ഹെരോദാവിന് ഉള്ളിൽ ഉണ്ടായതിനേക്കാൾ ഉപരി ഹെരോദാവിന്റെ ഭാര്യയ്ക്ക് വലിയ ഹൃദയവേദനയുണ്ടായി. ഇன்றைக்கு எத்தனை பேர் கள்ள காதலிலே இன்றைக்கு இருக்கிறார்கள். ഓ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കട്ടെ, ഈ തലമുറയിൽ എത്ര പേരാണ് സ്തോത്രം നിയമമില്ലാത്ത നിലയിൽ വിഹിതമല്ലാത്ത ബന്ധങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. இன்றைக்கு ஆலயத்தில் நீங்கள் போகலாம், ஆண்டவரை ஆராதிக்கலாம். எத்தனை பேர் கள்ள தொடர்போடு கூட இன்றைக்கு உட்கார்ந்திருக்கிறீங்க. ഓ നിങ്ങൾ ഒരു പക്ഷേ പള്ളി പോകുന്നവരായിരിക്കാം, വർഷക്കണക്കിന് പാരമ്പര്യമുള്ളവരായിരിക്കാം, പക്ഷേ വിഹിതമല്ലാത്ത ബന്ധങ്ങളുമായി ഉള്ള നിലയിൽ നിങ്ങൾ തുടർന്നാൽ അത് പാപമാണ്. എത്ര പിള്ളകൾ പെற்றோருக்கு தெரியாமல் കള്ള தொடர்பிலே இருக்கிறீர்கள். ഓ സ്തോത്രം, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യൗവന തലമുറകളോട്, യുവതലമുറയെ നോക്കി ചോദിക്കുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾ അറിയാതെ എത്ര വിഹിതമല്ലാത്ത ബന്ധങ്ങളിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്? ഇன்றைக்கு എത്ര പിള്ളകൾ വഴിതവറി இருக்கிறீர்கள். ഓ എത്ര കുഞ്ഞുങ്ങളാണ് അങ്ങനെയുള്ള അനുഭവത്തിൽ ബലിയാടായി മാറുന്നത്. ഇன்றைக்கு ആലയത്തിലേക്ക് വരുമ്പോൾ ഒരു വേഷം, വെളിയെ പോകുമ്പോൾ ഒരു വേഷം. ആലയത്തിലേക്ക് വരുമ്പോൾ ഒരു വസ്ത്രധാരണ, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റൊരു വേഷവിധാനം. സഹോദരനെ സഹോദരിയെ, ഇன்றைக்கு ഉനക്ക് ആണ്ടവർ കൊടുക്കുന്ന കടേശി തരണം, മനം തിരുമ്പ്. ഓ ഇന്ന് രാത്രി യുവതലമുറയോട് കർത്താവ് പറയുന്നു, എന്റെ പ്രിയ സഹോദര സഹോദരി, ഇന്ന് രാത്രിയെങ്കിലും നീ മാനസാന്തരപ്പെടണം. എന്തുകൊണ്ടെന്നാൽ ഇന്ന് രാത്രി സ്വർഗം നിനക്ക് തരിക ലാസ്റ്റ് ചാൻസാ. தேவன் உன்னோடு கூட பேசியும் நீ மனம் திரும்பாது போவானால் കർത്തരുടെ ന്യായത്തീർപ്പ് ഉന്മേൽ വരും. ഓ ഇന്ന് രാത്രി കർത്താവ് പറയാൻ പറയുന്നു, ഓ ദൈവ ശബ്ദം കേട്ട് നീ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ഇന്ന് രാത്രി കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, വളരെ പെട്ടെന്ന് ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വന്ന് ഭവിക്കും. എത്ര പേർ இந்த സെൽഫോണുക്ക് അടിമയാக இருக்கிறீர்கள். ഓ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളിൽ എത്ര പേർ ഇന്ന് ഈ മൊബൈൽ ഫോണിന് അടിമകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു? എത്ര பேர் இதை தவறாக உபயோகப்படுத்துகிற வாலிப பிள்ளைகள் பெரியவர்கள் இருக்கிறீர்கள். ഈ മൊബൈൽ ഫോണിനെ തെറ്റായി
തെറ്റായ നിലയിൽ വിനിയോഗിക്കുന്ന എത്ര സഹോദരങ്ങളുണ്ട്. ആമേൻ. ഇന്ന് രാത്രി അവരോട് ദൈവം കൃത്യമായി ഇടപെടുകയാണ്. நீ வேத புத்தகத்துக்கும் ஆண்டவருக்கும் கொடுக்கிற நேரத்திலும் அதிகமான நேரத்தை இதிலே செலவழிப்பாய் என்றால் நீ விழுந்து போனவனாய் இருக்கிறாய். ഓ, നീ ദൈവ വചനത്തിനും ദൈവ സന്നിധി പ്രാർത്ഥിക്കുന്നതിനും ആമേൻ ധ്യാനിക്കുന്നതിനൊക്കെ സമയം ചിലവിടുന്നതിനേക്കാൾ ഉപരി ഈ മൊബൈൽ ഫോണിനാണോ നീ ഒരുപാട് സമയം കൊടുക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ ആമേ സ്തോത്രം ദൈവ സന്നിധിയിൽ വളരെ പെട്ടെന്ന് ആമേ സ്തോത്രം നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓ, എത്ര പേരാണ് ഇന്ന് ജഡത്തിന്റെ ഇച്ഛകളിൽ അവ വീണുപോയിരിക്കുന്നത്. ഹെരോദാവ് വീണുപോയവനാണത്രേ. വേദം சொல்லுகிறது, വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ യോവാൻ സ്നാനഘട്ടത്തിലെ ഒവ്വൊരു നാളും വந்தான். എന്നാൽ ഹെരോദാവ് സ്നാപക യോഹന്നാന്റെ അടുക്കൽ ഓരോ ദിവസവും വന്നു. அந்த தேவனுடைய மனுஷன் நீதிமான்னு தெரியும். ഓ, ആ പ്രവചനം തന്നോട് അറിയിച്ച ആ സ്നാപക യോഹന്നാൻ ഒരു ദൈവത്തിന്റെ നീതിമാനാണെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. അവനുക്ക് നന്നാകவே அவர் தீர்க்கதரிசின்னு தெரியும். ഓ, അവനെ പോലെ സത്യസന്ധമായ ഒരു പ്രവാചകൻ വേറെ ആരുമില്ലെന്ന് ഇവൻ അറിയാൻ കൃത്യമായും അവന്റെ ആലോചന എല്ലാം കേട്ടാൻ. ആമേൻ. അതുകൊണ്ട് അവന്റെ അടുക്കൽ വന്ന് അവന്റെ ആലോചനയ്ക്ക് ശ്രമിക്കുമായിരുന്നു. சொல்லுங்க நான் கேட்கிறேன்னா. ഓ സ്തോത്രം. അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞാട്ടെ, ഞാൻ കേൾക്കാമെന്ന് പറയുമായിരുന്നു. ஆனால் அவன் பாவ வாழ்க்கையை விட்டுவிட മനസ്സില്ലേ. എന്നാൽ അവൻ ദൈവ ശബ്ദം കേട്ടുവെങ്കിലും ദൈവത്തിന്റെ ആലോചന ശ്രവിച്ചുവെങ്കിലും തന്റെ ജീവിതത്തിൽ വചനമനുസരിച്ച് ഒരു ക്രമീകരണം വരുത്തിയതില്ല. അനേകർ ഊഴിയക്കാരിടത്തിലെ ആലോചന കേൾപ്പാர்கள். അനേകർ ഇന്ന് ചെയ്യുന്നത് ദൈവദാസന്മാരുടെ അടുക്കൽ ആലോചന ചോദിച്ചു വരാറുണ്ട്. ஆனால் அதன் பிரகாரமாக அவர்கள் செய்வதில்லை. എന്നാൽ ഒരിക്കലും കേൾക്കുന്ന ആലോചന പ്രകാരം ജീവിതം ക്രമപ്പെടുത്താറേ ഇല്ല. ഇതേ ഹേരോദ്, ഈ ഹെരോദാവിന് യോവാൻ സ്നാപകന്റെ തലയെ വെട്ടിനാൻ. ഓ, സ്നാപക യോഹന്നാന്റെ തലയെ അവൻ ആമേ സ്തോത്രം ചിരച്ഛേദം ചെയ്തു കളഞ്ഞു. உங்களுடைய வாழ்க்கையில் யாராவது ஒருவர் உங்களுடைய தவறுகளை சுட்டிக்காட்டுவதற்கு இல்லை என்றால் நீங்கள் പരിതാപத்துக்குரியவர்கள். ഓ, ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ കർത്താവിൽ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കുറ്റങ്ങളെ നിങ്ങൾക്ക് ക്രമമായി ഓർമ്മപ്പെടുത്താൻ നിങ്ങളുടെ അടുക്കൽ ദൈവത്തിന്റെ ആലോചനയുമായി തന്റെ ദാസന്മാർ വരുന്നില്ലെങ്കിൽ ഇതുപോലെ പരിതാപകരമായ ഒരവസ്ഥ വേറെ ഇല്ല പ്രിയരേ. ഹല്ലേലൂയ. കരമുയർത്തി പറയും ഹല്ലേലൂയ. ഒരു മനുഷ്യനെ കടിഞ്ഞു കൊള്ളും പൊഴുത്, ഒരു മനുഷ്യനെ ആമേ സ്തോത്രം ശാസിക്കുമ്പോൾ அந்த മനുഷ്യൻ വേറെ സഭയ്ക്ക് പോകണം. ആ മനുഷ്യൻ അടുത്ത ആഴ്ച മുതൽ പിന്നെ ചർച്ചിലേക്ക് വരത്തില്ല, വേറെ ഏതെങ്കിലും ചർച്ചിലേക്ക് പോകും. சவப்பு கம்பளம் விரித்து வரவேற்பதற்கு ஒரு பெரும் கூட்டம் இருக்கிறது. ഇങ്ങനെ ആമേൻ അടുത്ത സഭയിലേക്ക് പോകുന്നവരെ വാചായ വാമാമേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചേർത്തു പിടിക്കാൻ ഇന്ന് ഒരു ഗ്രൂപ്പ് ലോകത്തിലുണ്ട്. നീ എന്ന തവറ് വേണാലും ചെയ്തുകോ, നീ വാ എന്ന് കൂപ്പിടുവதற்கு நிறைய ആட்கள் ഉണ്ട്. നീ എങ്ങനെ വേണേലും ജീവിച്ചോ, നീ ഏത് തെറ്റ് വേണേലും ചെയ്തോ, പക്ഷേ നീ ഇവിടെ എപ്പോഴും നിനക്ക് വരാം, ഇവിടെ അതിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയാൻ ഒരു ഗ്രൂപ്പ് ഇപ്പോഴും ലോകത്തുണ്ട്. இப்பொழுது பாஸ்டருக்கு காயம் உண்டாகிறது. ഇപ്പോ ശാസന വാക്കുകൾ പറഞ്ഞ ദൈവദാസന് യഥാർത്ഥ ശുശ്രൂഷകന് വേദനയുണ്ടാകുന്നു. ഒരു ആത്മാവും പോച്ച്, ഒരു ആത്മാവും നഷ്ടപ്പെട്ടു, അവർ പോറ 100 രൂപയും പോച്ച്. ആ വ്യക്തി ഇടുന്ന സ്വോത്ര കാഴ്ചയും നഷ്ടപ്പെട്ടു. പാവത്തെ വിട്ടുവിടുവதற்கு മനമില്ലേ. ദൈവവചനം കേട്ട് പാവത്തെ ഉപേക്ഷിക്കാൻ ഇന്ന് മനസ്സില്ല ആർക്കും. വചനം കേട്ടും வாழ்க்கையை മാറ്റിക്കൊള്ളാതവരുടെ வாழ்க்கை പരിതാപമായി മുടിഞ്ഞു പോകും. ഇന്ന് രാത്രി ശക്തമായി കൃത്യമായി ഈ ആലോചന പരിശുദ്ധാത്മാവിൽ ഞാൻ പങ്കുവെക്കട്ടെ. ദൈവവചനം കേട്ട് ജീവിതം ക്രമപ്പെടുത്താത്ത ഏതൊരുവന്റെ ജീവിതം വളരെ പരിതാപകരമാണ്. ഹെരോദിന്റെ കടേസി കാലമാണത്. ആമേ. ഹെരോദാവിന്റെ അവസാന നാളുകൾ വന്നു. പൈത്യமாக മാറിപ്പോനാ. അവനൊരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനായി മാറിപ്പോ. അവരുടെ வாழ்க்கை മുഴുവൻ വേദനക്കുரியതായി മാറിവിട്ടത്. അവന്റെ ജീവിതത്തിന്റെ ഒടുക്കം വളരെ വേദനാജനകമായി